ഇന്നാണെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീടിന് മുറ്റത്തൊരു പ്ലാവ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തു നിന്നൊരു ചക്ക വിതുത ഇട്ടായിരുന്നു. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഞാനായിരുന്നു ചക്ക ഇട്ടത്. ആ വേലിക്കല്ലേ കയറി നിന്നിട്ട് ചക്ക ഇട്ട് വിതുവിൻ്റെ കാലേ വന്ന് ഞാൻ കത്തി താഴോട്ടെടുത്തിട്ടേ വിതുവിൻ്റെ കാലിലായിരുന്നു വന്ന് കൊണ്ടത്. അതിന് ശേഷം നമ്മൾ ഇന്നാണ് ചക്ക ഇടുന്നത്. അന്നത് കുത്തിക്കെട്ടൊക്കെ ആയി ഭയങ്കര മുറിവായി പോയി. അതിന് ശേഷം ഇന്ന് വിതു തന്നെ ചക്ക മുറിച്ചിട്ട് അപ്പോൾ അത് എടുത്തുകൊണ്ട് പോവുകയാണ്. അത് നല്ലോണം വിളഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം ഇട്ടത്. ഇത് ഇത്രയും വലിപ്പമേ വെക്കത്തുള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഞാൻ തന്നെ അത് മുറിക്കേണ്ട വന്ന്, ഞാൻ തന്നെ ഇടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ മുറിക്കണം. അപ്പം ഞാനതെല്ലാം മുറിച്ച് പീസായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. നല്ല വിളഞ്ഞിട്ടുണ്ട് അത്. അങ്ങനെ വെള്ളാരം കൂഴയാണിത്. അപ്പോൾ കത്തിക്കകത്തെല്ലാം കറയായി, എൻ്റെ കയ്യിലുമായി. തുടച്ചിട്ടും വീണ്ടും അതെല്ലാം എൻ്റെ കയ്യിൽ തന്നെ ആയി. പിന്നെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് അത് വീണ്ടും പീസായിട്ട് അങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇനി അതിനകത്തുനിന്ന് ഓരോന്നെടുത്തിനി ചുളയെല്ലാം മാറ്റിയെടുക്കണം. നമ്മുടെ വെള്ളച്ചി അവിടെ കസാര കിടന്നുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, ഇവൻ എന്തുവായി മുറിക്കുന്നതും എടുക്കുന്നതൊക്കെ ഇങ്ങനെ. അവൾ കുറേ നേരമായിട്ട് അങ്ങനെ തന്നെ നോക്കി കിടക്കുകയാണ്. അപ്പോൾ നല്ല രുചിയുണ്ടായിരുന്നു. ഞാൻ അതിനകത്തുനിന്ന് ഒരു ചുളയെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എടാ, ഈ കത്തിയാ വിതുവിൻ്റെ കാലിൽ വന്ന് കൊണ്ടത്, ഇത്രയും നീളത്തിൽ. അതിൻ്റെ മൊന വന്നാൽ ഞാൻ എറിഞ്ഞ കൂട്ടത്തിൽ വന്ന് കൊണ്ടത്. അപ്പം അങ്ങനെ വിധു എൻ്റെ ഫ്രണ്ടിലിരുന്ന് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, അങ്ങനെ മുറിക്ക് ഇങ്ങനെ മുറിക്കെന്നൊക്കെ പറഞ്ഞിട്ട്. ആൾ മുറിക്കാനായിട്ട് വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ എടുത്തു തരാം, വേഗം എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. ഇത്രയും ഞാൻ പൊളിച്ച് വെച്ചു, ബാക്കി ഇനി വിധു പൊളിക്കും. ഗ്ലൗസൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുമായിരുന്നു ചക്ക മുറിക്കാനായിട്ട്. അപ്പം നാളെ കാണാം ബാക്കി, ഇതിൻ്റെ ബാക്കിയായിട്ട്.